ഗുരുശിഷ്യ ബന്ധം അള്ളാഹുവും അടിമയും തമ്മിൽ ആദ്യമുണ്ടായ ബന്ധമെന്ന് ഗുരുശിഷ്യ ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നത നിലനിൽക്കുന്നത് അറിവിലൂടെയാണ്. ലോകത്തൊരുപാട് നവോത്ഥാനങ്ങളും ഒരുപാട് നാഗരീതികളൊക്കെ തന്നെ ലോകത്തുണ്ടായിട്ടുള്ളത് ദൈക്ഷണികമായ ചിന്തയിലൂടെ അറിവിന്റെയും അന്വേഷണത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ്. അത്തരത്തിലുള്ള ഈ ഒരു പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഇനിയും ഒരുപാട് ഉന്നതിയിലേക്ക് വരാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട യു ടി ഖാദർ സാഹിബ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ധാരാളം ദീനി പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഇവിടെ നടന്നു വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇവിടെ ഒരുമിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഇനിയും നല്ല മാറ്റങ്ങൾ അത്യാത്മമായ ദീനി ചട്ടക്കൂടോടുകൂടി ഒരു നല്ല തലമുറയെ പടുത്തുയർത്തുവാൻ ഈ ഒരു സ്ഥാപനത്തിന് കഴിയുമാറാവട്ടെ. ഈ ഒരു സ്ഥാപനം വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് അതിന്റെ തുടക്കം കുറിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇവിടുത്തെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതം ചോദിച്ചുകൊണ്ട് ട്രെയിനിന്റെ സമയമായിട്ടുണ്ട്. സമ്മതം ചോദിച്ചുകൊണ്ട് ഞാനും ദേവി മുസ്ലിയാരും കൂടി ഇവിടെ നിങ്ങളുടെ യാത്ര പറയും. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ ഒരു കൂടിയിരിക്കൽ ഇവിടെ ഒരുമിച്ചുകൊണ്ട് പോലെ നാളെ ജന്നാത്തിലും എല്ലാം ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. മഹാന്മാരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട മുനവ്വർ അലി തങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുൽ ഖാദർ സാഹിബ്, മറ്റുള്ള ഉസ്താദുമാരെ, സഹോദരന്മാരെ, ഞാൻ ഒന്നും പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ജുബാർ ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ മുമ്പ് വളരെ വിനയത്തോടെ ഒരു 2 മിനിറ്റ് മാത്രം പറഞ്ഞു തങ്ങളുടെ കൂടെ പോകാനുള്ളത് കൊണ്ട്, മനോഹര തങ്ങളുടെ കൂടെ പോകാനുള്ളത് കൊണ്ട് എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ഒരു ദീർഘിച്ച പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ശക്തി ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. നന്ദി ദാറുസ്സലാം ജാമിയയായാലും അതേപോലെ തന്നെ ബഹുജത്തുൽ ഉലമയായാലും അതൊക്കെ ഞങ്ങളൊക്കെ ഒരു തുടക്കക്കാരാണ്. ഇതിനെ ഇവിടെ നിലനിർത്തേണ്ടത്, ഇതിനെ ഇവിടെ സംരക്ഷിച്ച് വളർത്തേണ്ടത് ഈ നാട്ടിലുള്ള ഉമറാക്കളും ഈ നാട്ടിലുള്ള ഉലമാക്കളും ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരന്മാർ, പാവപ്പെട്ടവരും പണക്കാരും വ്യത്യാസമില്ലാതെ തോളോട് തോളുരുമ്മി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ നാട്ടിൽ ഈ സ്ഥാപനം പടർന്ന് വളർന്ന് പന്തലിക്കുകയുള്ളൂ. അതിന്റെ നേതൃത്വം എന്ന നിലക്ക് ഉസ്താദുമാർ അതിന്റെ നേതൃത്വം കാണിച്ചു തന്നു, ജാമിയ ദാറുസ്സലാം കാണിച്ചു തന്നു, ബഹജത്തുൽ ഉലമ കാണിച്ചു തന്നു. മഹാനായ നമ്മുടെ തൊട്ടി ഉസ്താദ് മാഹി മുസ്ലിയാരാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിന് തന്റെ ശിഷ്യന്മാരെ കൊണ്ട് ആ സ്ഥലത്ത് ഒരു ചെറിയ ബിൽഡിംഗ് തുടങ്ങിയത്. അങ്ങനെ ഇതിവിടെ ഒരു കറാമത്താണ്. അതായത് ശംസുൽ ഉലമയുടെ, തൊട്ടിയിൽ ഉസ്താദിന്റെ, അതേപോലെ നല്ലവരായ മഹാന്മാരായ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരും അതിന്റെ പ്രചാരകരുമായ ജാമിയ ദാറുസ്സലാമിന്റെ ഉസ്താദുമാരും അതേപോലെ ഇവിടെയുള്ളവരുടെ പ്രവർത്തകന്മാരുടെയും പ്രവർത്തന ഫലമായി അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്ന ഒരു കറാമത്താണ് ശംസുൽ ഉലമന്റെ ഒരു കറാമത്ത്. കാരണം ഒരു 5.5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായപ്പോൾ ഇതെങ്ങനെ ഇത് വളരും, ഇതെങ്ങനെ ഒരു പ്രസ്ഥാനമായി തീരും എന്ന് നമ്മൾക്ക് സംശയമുണ്ടായിരുന്നു. പണ്ട് നന്ദി ദാറുസ്സലാം അറബി കോളേജ് തുടങ്ങിയത് അവിടെയുള്ള ഒരു ചെറിയ പള്ളിയിലുള്ള ചരുവിൽ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവർകൾ 7 കുട്ടികളെ കൊണ്ട് അവിടെയുള്ള നന്ദി പള്ളിയുടെ ഒരു ചരുവിൽ തുടങ്ങിയതായിരുന്നു. ഇത്ര വലിയ ലോകപ്രസിദ്ധമായ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല, അവിടുത്തെ ആരും കരുതിയിരുന്നില്ല. എന്നാൽ ഈ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ 4000-ഓളം ദാരിമി ഹൈതമി പണ്ഡിതന്മാരെ ഈ സമുദായത്തിന് സമർപ്പിച്ച ജാമിയ ദാറുസ്സലാം പടർന്നു പന്തലിച്ചു. അതിന്റെ അമരക്കാരനായി ശംസുൽ ഉലമ വന്നു. ലോകത്തെ ആലിമുൽ ആലം, സർവ്വലോകത്തിന്റെയും പണ്ഡിതനാണെന്ന് അറബികൾ പോലും പ്രശംസിച്ച ജാമിയ ദാറുസ്സലാമിന്റെ എല്ലാമായിരുന്ന ശംസുൽ ഉലമ ഈ ആയിരക്കണക്കിനുള്ള പണ്ഡിതന്മാരെ, നേരത്തെ ഫൈലിമാരെയും പിന്നീട് ദാരിമിമാരെയും 10,000 കണക്കിൽ ഈ സമുദായത്തിന്റെ സമക്ഷം സമർപ്പിച്ചു പോയ
ശംസുലമന്റെ ബർക്കത്താണ്. ഒരു ചെറിയ 4.5 സെന്റിന് എന്ത് ചെയ്യുമെന്ന് തോന്നിയപ്പോൾ ഇതാ അബൂ സാലിഹ് സാഹിബിന് അല്ലാഹു തആല മനസ്സിൽ തോന്നിപ്പിച്ചു, ശംസുലമയുടെ ബഹുമാനം കൊണ്ട് തോന്നിപ്പിച്ചു. ആ ജാമിഅ ദാറുസ്സലാമിനോട് ചേർന്ന് നിന്നുകൊണ്ട് എന്റെ ഈ നാട്ടിൽ അതുപോലെ ഒരു പ്രസ്ഥാനം വരണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ 1 ഏക്കറിലധികം സ്ഥലം അദ്ദേഹം തന്നിരിക്കുകയാണ്. 5.5 സെന്റിൽ നിന്ന് 1 ഏക്കർ സ്ഥലം ഒന്നായിട്ട് വന്നത് എന്റെ പ്രിയമുള്ളവരെ ശംസുലമയുടെയും മറ്റും കറാമത്തല്ലാതെ മറ്റെന്താണ്? ആ ശംസുലമയുടെ അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള പണ്ഡിതന്മാരാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മജ്ലിസാണിത്. പക്ഷേ ഞാൻ ദീർഘിച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉസ്താദന്മാരോട് ഒരു അതപുകേട് കാണിക്കുന്നത് പോലെ നേരത്തെ വന്ന് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങള് വളരെ നിർബന്ധപൂർവം ഈ സ്ഥാപനത്തെ ശംസുലമയോടുള്ളൊക്കെ ബർക്കത്ത് കൊണ്ട് സ്നേഹം കൊണ്ട് ഈ നാട്ടുകാർ നിർബന്ധിച്ച് ക്ഷണിച്ചതുകൊണ്ട് മറ്റൊരു പരിപാടിയുമില്ലാതെ ഇതിനു വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. അല്ലാഹു തആല മഹാനവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു തആല ഉത്തരോത്തരം ഉയർത്തി സമുദായത്തിന്റെ കടിഞ്ഞാൺ പിടിക്കാനുള്ള ഒരു കഴിവും കരുത്തും അല്ലാഹു തആല മഹാനവർക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്നാണ് തുടങ്ങുന്ന സ്ഥാപനത്തിന്റെ പേര് തന്നെ ശംസുൽ ഉലമ ദാറുസ്സലാം കോളേജ്. അതിന്റെ ഇപ്പോൾ തുടങ്ങി വെക്കുന്നതായ ഈ സ്ഥാപനം വലിയൊരു ബിൽഡിംഗ്, കാരണം അവിടെ ഒരു ചെറിയ സ്ഥലമാണ്, അതാണ് അടിസ്ഥാന കേന്ദ്രം. അതൊരിക്കലും നമ്മൾക്ക് കൈയൊഴിക്കാൻ പറ്റില്ല. ഇനി വരാനിരിക്കുന്ന വലിയ സ്ഥാപനം ഉണ്ടായാലും അതിന്റെ അടിസ്ഥാന കേന്ദ്രം ആ മംഗൾ നഗറിലുള്ളതായ 4-5 സെന്റിലുള്ള വലിയ ഒരു സ്ഥാപനമാണ്. അതിനെ കേന്ദ്രമാക്കിയും കൊണ്ട് ഈ നാട്ടിന് മുഴുക്കെ അനുഗ്രഹീതമായ ഒരു സ്ഥാപനമായി വളർന്നു വലുതാകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും മാത്രമല്ല വേണ്ടതെല്ലാം നിർവഹിക്കാൻ ദാറുസ്സലാം സന്നദ്ധമാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ವಬರಕಾತು. ಸಂದರ್ಭೋಚಿತವಾದ ಮಾತುಗಳನ್ನಾಡಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿದಂತಹ ಎಡಿ ಉಸ್ತಾದರವರೇ ತಮಗಿದು ತುಂಬು ಹೃದಯದ ಅಭಿನಂದನೆಗಳು. ಇದೀಗ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆಗೋಸ್ಕರ ಬಹುಮಾನ್ಯರಾದ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಉಸ್ತಾದ್ ಬೆಟ್ಟಬಲಿವರನ್ನ ಪೋಡಿಯಂಗೆ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫಿಲ್ ಮುರ್ಸಲೀನ್ وعلى آله وصحبه أجمعين أما بعد فقد قال الله سبحانه وتعالى في كتابه المجيد وفعلوا الخير لعلكم تفلحون صدق الله العلي العظيم. ബഹുമാനനിറഞ്ഞ സയ്യിദ് മുനവ്വറലി തങ്ങൾ അവരുകളെ, താക്ക അഹമ്മദ് ഉസ്താദ് അവരുകളെ, ഖാസിം മുസ്ലിയാർ അവരുകളെ, എല്ലാവിധ തങ്ങൾ അവരുകളെ, അമീർ അലി തങ്ങൾ അവരുകളെ, നമ്മുടെ നേതാവായിരിക്കുന്ന മിനിസ്റ്റർ ടി ഖാദർ അവറുകൾ സാഹിബറുകളെ, മറ്റു നേതാക്കന്മാരെ, ഉലമാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ അഭിനന്ദനം ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ഈ മനോഹരമായ സദസ്സ് നിങ്ങൾ നേരത്തെ പ്രസംഗത്തിൽ കേട്ട് കഴിഞ്ഞു. നന്ദി ദാറുസ്സലാമിൻ്റെ 40-ാം വാർഷികം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ കർണാടകത്തിൻ്റെ ഭാഗത്തിൽ ഒരു സ്ഥാപനം കൂടി തറക്കല്ലിടാൻ സാധിച്ചത് വളരെ വലിയൊരു നേട്ടമാണ്. നാം നല്ലതിനെ ചെയ്യണമെന്നാണ് ഖുർആൻ നമ്മളോട് ഉപദേശിക്കുന്നു. വഫഅലുൽ ഖൈറ, ഖൈറുകൾ ചെയ്യണം. ഒരു സ്ഥാപനം, ഇവിടെ ഒരു കോളേജ് വളർന്നു വന്നാൽ കേവലം ഒരു സമുദായത്തിന് മാത്രമല്ല അതിൻ്റെ ഗുണമുള്ളത്, എല്ലാവർക്കും ഗുണമുണ്ട്. ഇസ്ലാമിന് മാത്രമല്ല മറ്റ് സഹോദര സമുദായത്തിലേക്കും അത് വലിയ വലിയ ഗുണമുണ്ട്. കാരണം നല്ലതിനെ ഉപദേശിക്കുന്നതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. സൽസ്വഭാവങ്ങൾ, നല്ല നടപടിക്രമങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് മറ്റു സമുദായക്കാർക്ക് ഗുണം ചെയ്യണമെന്ന് അതിലുണ്ട്. അപ്പോൾ സാമൂഹികമായ ഒരു സാഹോദര്യം, ഒരു സ്നേഹം നിലനിർത്താൻ സ്ഥാപനം ഉതകുന്നത്. അതുകൊണ്ട് തന്നെയല്ല മറ്റുള്ളവരും ഇതിനെ ധർമ്മീയരും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവർ സഹായമുണ്ട്. നാം അവരാശ്രയിക്കുന്നില്ല, അവരെ നമ്മൾ സ്വാഗതിക്കുന്നു. ഒരു സൗഹാർദ്ദ മനോഭാവം നാട്ടിലുണ്ടായിരിക്കുന്ന നാട്ടിന്റെ പുരോഗതിയാണ്. സ്ഥാപനങ്ങൾ വളർന്നത് ദേശത്തിലേക്കുള്ള അഭിവൃദ്ധിയാണ്. അത് തന്നെ മതപരമായ ദീനിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, എല്ലാ നിലയിലുള്ള ഇത് വിദ്യാഭ്യാസം ഇവിടെ നൽകപ്പെടുന്നുണ്ട്.
ധാർമ്മികമായതും ഭൗതികമായ രണ്ട് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വാർത്തെടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇവിടെ എടുത്താൽ സമുദായത്തിന് ആകമാനം ദേശത്തിന് ഉപകാരമുള്ളതാണ്. ആയതുകൊണ്ട് ഖുർആൻ പറയുന്നതിന്റെ ഹൈറായ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കണം, പ്രവർത്തിക്കണം. അതിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ വിജയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ പവിത്രമായ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ രണ്ട് വാക്കിന്റെ ഒഴിവാകുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಇಬ್ರಾಹಿಂ ಹಾಜಿ ಅವರು ಅವರಿಗೆ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಮಲಯಾಳದ ಖ್ಯಾತ ಸಾಹಿತಿ ತೈವ ಉಸ್ತಾದ್ ರವರ ಅಲ್ ಮವಾಹಿಬುಲ್ ಜಲಿಯ ತತ್ವರತ್ನಗಳ ಬೃಹತ್ ಸಂಗ್ರಹ, ಇದನ್ನ ಕನ್ನಡಕ್ಕೆ ಲಿಪಿ ಹಾಗೂ ಸಾರಾಂಶಗಳು ಇತರ ಪ್ರಕಾಶಕರು ಎಎನ್ ಇಬ್ರಾಹಿಂ ಹಾಜಿ ಅಡ್ಡೂರು ಗರಡಿ ಇದನ್ನ ಇದೀಗ ಬಿಡುಗಡೆಗೊಳಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ತೈಬಾ ಬುಲೆಟಿನ್ ಇದನ್ನ ಬಿಡುಗಡೆಗೊಳಿಸಲಿದ್ದಾರೆ ಢಾಕಾ ಜಿಲ್ಲಾ ಹಾಜಿಯವರಿಂದ. ಇದನ್ನ ಅಧ್ಯಕ್ಷರಾದ ಸಾಧು ಕುഞ്ഞി ಮಾಸ್ಟರ್ ಅವರಿಗೆ ಕೊಡುವ ಮೂಲಕ ಇದನ್ನ ಬಿಡುಗಡೆಗೊಳಿಸಲಿದ್ದಾರೆ. ಸಾಧು ಕುഞ്ഞി ಮಾಸ್ಟರ್ ಅವರನ್ನ ಮುಂಭಾಗಕ್ಕೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಶಂಸುಲ್ ಉಲಮಾ ದಾರುಸ್ಸಲಾಂ ಅರಬಿಕ್ ಕಾಲೇಜ್ ಮಂಗಲನಗರ ಇದರ ನೂತನ ಕಟ್ಟಡದ ಶಿಲಾನ್ಯಾಸದ ಅರ್ಥಪೂರ್ಣ ಮತ್ತು ಧಾರ್ಮಿಕ ಸಭಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿದ್ದು ಸಭೆಯ ಅಧ್ಯಕ್ಷ ಸ್ಥಾನ ವಹಿಸಿ ನಮ್ಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶನಗೈಲಿರುವಂತಹ ನಮ್ಮೆಲ್ಲರ ಹಿರಿಯರು, ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನ್ಯರು, ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಖಾಜಿ ಅಂತಹ ತ್ವಾಕ ಅಹಮದ್ ಮುಸ್ಲಿಯಾರ್ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಿದ್ದು ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮವನ್ನು ದುವಾ ಮೂಲಕ ಉದ್ಘಾಟಿಸಿ ನಮ್ಮೆಲ್ಲ ಉದ್ದೇಶಿಸಿ ಮಾತಾಡಿದ ನಮ್ಗೆಲ್ಲರಿಗೂ ಗೌರವಿತರು, ನಮ್ಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶಕರು, ಆದರಣೀಯರಾದಂತಹ ಬಹುಮಾನದ ಪಾಣಕಾಡ್ ಸೈಯದ್ ಮುನವಲ್ ಅಲಿ ಶೇಖ್ ತಂಗಲ್ ಅವರ ದುವಾನನ್ನು ಕೇಳಿಕೊಳ್ತಾ, ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಿದ್ದು ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟನೆ ಮಾಡಿದಂತಹ ನಮ್ಮೆಲ್ಲ ಬಹುಮಾನದಂತಹ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಉಸ್ತಾದ್ ಮಿತ್ತಬೈಲ್ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಂತಹ ಬಹುಮಾನ ಸೈಯದ್ ಅಮೀರ್ ತಂಗಲ್ ಬುಖಾರಿ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಂತಹ ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನದಂತಹ ಅಬಿದಾನ್ ತಂಗಲ್ ರವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಂತಹ ನಮ್ಮೆಲ್ಲ ಹಿರಿಯ ನಾಯಕ ವೈ ಮೊಹಮ್ಮದ್ ಕುಂಜರ್ ಅವರೇ, ಇಬ್ರಾಹಿಂ ಕೋರ್ಜಾಲ್ ಅವರೇ, ಸಾಧು ಕುഞ്ഞി ಮಾಸ್ಟರ್ ಅವರೇ, ಎನ್ಎಸ್ ಕರೀಂ ಅವರೇ, ಉಪಾಧ್ಯಕ್ಷರಂತ ಸಿರಾಜ್ ಅವರೇ, ಗ್ರಾಮ ಪಂಚಾಯತಿ ಎಲ್ಲ ನಮ್ಮ ಸರ್ವ ಸದಸ್ಯರೇ, ಮೊಹಮ್ಮದ್ ಕಾಸಿಂ ದಾರ್ಮೀರ್ ಅವರೇ, ಕೆ ಮೊಹಮ್ಮದ್ ಮಾಯಿನ್ ಉಸ್ತಾದ್ ಅವರೇ, ಅದೇ ರೀತಿ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತಂತ ಎಂ.ಎ. ಕಾಸಿಂ ಉಸ್ತಾದ್ ಅವರೇ, ಬಾದಶಾ ತಂಗಲ್ ಅವರೇ, ಫಾತೂರ್ ಉಸ್ತಾದ್ ಅವರೇ, ಅಬ್ದುಲ್ ಖಾದರ್ ಅಲ್ ಕಾಸ್ಮಿ ಬಂಬಾನ್ ಉಸ್ತಾದ್ ಅವರೇ, ಅಬೂಬಕರ್ ಅಲಿ ಉಸ್ತಾದ್ ಅವರೇ, ಅದೇ ರೀತಿ ಇನ್ನಿತರ ಎಲ್ಲ ನಮ್ಮ ಬಹುಮಾನದ ಉಲೇಮಾಗಲೇ ಉಮರಾಕಲೆ, ನನ್ನ ಮುಂದಿರುವ ಎಲ್ಲ ಉಲೇಮಾಗಲೇ ಉಮರಾಕಲೆ, ಮಾಧ್ಯಮ ಮಿತ್ರರೇ ಹಾಗೂ ಆತ್ಮೀಯ ಸೋದರ ಬಂಧು ಬಾಂಧವರೇ, ಬಹಳಷ್ಟು ಸಂತೋಷವಾಗ್ತಿದೆ ಕಾರ್ಯಕ್ರಮ ಭಾಗವಹಿಸಲಿಕ್ಕೆ. ಬಹುಶಃ ಮಂಗಲನಗರದಲ್ಲಿ ಕಳೆದ 4 ವರ್ಷ ಹಿಂದೆ ಜಿಲ್ಲಾ ಖಾಜಿ ಅಂತ ತ್ವಾಕ ಅಹಮದ್ ಮುಸ್ಲಿಯಾರ್ ಅವರು ಇದನ್ನು ಉದ್ಘಾಟನೆ ಸಂದರ್ಭ ಕೂಡ ಅವತ್ತು ಕೂಡ ನಾವು ವೇದಿಕೆಯಲ್ಲಿ ನಾವು ಭಾಗವಹಿಸಿದ್ದೆ. ಬಹುಶಃ ಸತತವಾಗಿ 4 ವರ್ಷ ಉಲೇಮಾಗಳ ಎಲ್ಲ ಮಾರ್ಗದರ್ಶನ ದುವಾ ಉಮರಾಕಲ ವಿಶೇಷದ ಸಹಕಾರದ ಮೂಲಕ ಅಲ್ಲಿ ಬಹುಶಃ ಬಹಳಷ್ಟು ಇವತ್ತು ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಅತ್ಯಂತ ಸತ್ವಜಾಗಿದ್ದುಕೊಂಡು ಬಹುಶಃ ಅಲ್ಲಿ ಮುಂದೆ ಸಂದರ್ಭದಲ್ಲಿ
ನಾನು 2 ಸಲ ಅಲ್ಲಿಗೆ ಮತ್ತೆ ಭೇಟಿ ಕೊಟ್ಟು ಅಲ್ಲಿ ಅವರ ದುಆವನ್ನು ಪಡ್ಕೊಳ್ಳುವಂಥ ಅವಕಾಶ ನನಗೆ ಸಿಕ್ಕಿತ್ತು. ಬಹಳ ಸಣ್ಣ ಒಂದು ಸ್ಥಳ ಆದರೂ ಕೂಡ ಬಹಳ ಅಚ್ಚುಕಟ್ಟಾಗಿಟ್ಟುಕೊಂಡು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಯಾವುದೇ ಒಂದು ತೊಂದರೆ ಆಗದ ರೀತಿಯಲ್ಲಿ ತಮ್ಮ ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ ಕೊಟ್ಟು ಬಹಳಷ್ಟು ಒಂದು ವಿಶೇಷ ಶ್ರಮವನ್ನು ಪಡೆಯುವಂಥದ್ದು ನಾನು ಉಲೇಮಾಗಳ ಶ್ರಮವನ್ನು ಕಂಡಿದ್ದೇನೆ. ಆ ಪಡೆದಂಥ ಎಲ್ಲ ಉಲೇಮಾಗಳು ಯಾರಿದ್ದಾರೆ ಅವರನ್ನು ನಾನು ವಿಶೇಷವಾಗಿ ನಾನು ಇವತ್ತು ಅಭಿನಂದಿಸಿ, ಬಹುಶಃ ಅಲ್ಲಾಹ್ ತಾಲಾ ಬಹುಶಃ ನಿಮ್ಮ ವಿಶೇಷವಾದ ಒಂದು ನಿಯತ್ತಿನ ಆ ಒಂದು ಕೆಲಸಕ್ಕೆ ಬರ್ಕತ್ ಕೊಟ್ಟ ರೀತಿಯಲ್ಲಿ ಇದೀಗ ಈ ಒಂದು ಕಿನ್ಯದ ಬಹುಶಃ ನಮ್ಮ ಪಾರೆ ಎಂಬ ಪ್ರದೇಶದಲ್ಲಿ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅತ್ಯುತ್ತಮವಾದ ಒಂದು ಸಂಸ್ಥೆ ಪ್ರಾರಂಭವಾಗುತ್ತಿರುವುದು ಸಂತೋಷ ವಿಚಾರ. ನನಗೆ ವಿಶ್ವಾಸ ಇದೆ ದಾರು ಸಲಾಂ ಒಂದು ಅತ್ಯಂತ ಯಶಸ್ವಿ ಒಂದು ಅರಬಿಕ್ ಕಾಲೇಜ್ ಆಗಿ ಪರಿವರ್ತನೆ ಆಗ್ತದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಬಹುಶಃ ಇದು ಯಾವ ಒಂದು ಅಡಿಸ್ಥಾನದಲ್ಲಿ ನಡೀತದೆ ಅಂತ ಹೇಳಿದ್ರೆ ಬಹುಶಃ ನಂದಿಲಿರುವಂತಹ ದಾರು ಸಲಾಂ ಯಾವ ಒಂದು ಅಲ್ಲಿ ಅರಬಿಕ್ ಕಾಲೇಜ್ ಅದರ ಅಧೀನದಲ್ಲಿ ಅದರ ಮೇಲುಸ್ತುವಾರಿ ನಡೆತಿರುವುದು ಇದರ ಯಶಸ್ವಿ ಖಂಡಿತ ಆಗೇ ಆಗ್ತದೆ ಎಂಬ ವಿಶ್ವಾಸ ಇದೆ. ಕಳೆದ ವರ್ಷ 40ನೇ ವರ್ಷದ ಆ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸುವಂತ ಆ ಸ್ವರ್ಣಾವಕಾಶವನ್ನು ಅಲ್ಲಾಹ್ ತಾಲಾ ಕೊಟ್ಟು ನಾನು ಅಲ್ಲಿ ಭಾಗವಹಿಸಿ ಕೂಡ ಕಳೆದ ವರ್ಷ ಆ ಕಾರ್ಯಕ್ರಮ ಭಾಗವಹಿಸಿದೆ. ಅಲ್ಲೇ ಒಂದು ಸ್ಥಾಪನೆ ಆದಿನ ನಡೆದ ಸ್ಥಾಪನೆ ಕೂಡ ಇಲ್ಲಿ ಮುಂದಿನ ದಿನದಲ್ಲಿ ಬಹುಶಃ ಈ ಪ್ರದೇಶದ ಒಂದು ಕಿರೀಟಗಿಟ್ಟಂತ ಗರಿಯಾಗಿದ್ದುಕೊಂಡು ಅಭಿವೃದ್ಧಿಗೆ ಪೂರಕವಾಗಿ ಸಾಮಾಜಿಕ ಪೂರಕವಾಗಿ ಬೆಳೆದು ಬಂದು ನಿಂತು ಬಹಳಷ್ಟು ನಮ್ಮ ಸಹೋದರ ಬಾಂಧವರು ಇಲ್ಲಿ ಅತ್ಯುತ್ತಮವಾದ ಧಾರ್ಮಿಕ ಮತ್ತು ಲೌಕಿಕ ಶಿಕ್ಷಣ ಪಡೆದುಕೊಂಡು ಅವರವರ ತಂದೆ ತಾಯಂದಿರ ಆಸ್ತಿ ಸಂಪತ್ತು ಮಾತ್ರ ಅಲ್ಲ, ತಂದೆ ತಾಯಿಯ ಜೊತೆಯಲ್ಲಿ ಅವರ ಸಮುದಾಯದ ಸಮಾಜ ದೇಶ ಸಂಪತ್ತಾಗಿ ಮಾರ್ಪಡುವಂತ ಅವಕಾಶ ಖಂಡಿತವಾಗಿ ಹಾಗೆ ಆಗ್ತದೆ ಅಂತ ವಿಶ್ವಾಸ ನಾನು ಇಸ್ಕೊಳ್ಳುತ್ತಾ ಬಹುಶಃ ಎಲ್ಲ ಉಲೇಮಗಳ ದುಆ ಮೂಲಕ ಇನ್ನಷ್ಟು ನಾವು ಮುಂದೆ ಹೋಗುವಂತ ಅವಕಾಶ ನಾವು ಪಡ್ಕೊಳ್ಳುವ. ನಾನೊಬ್ಬ ಮಂತ್ರಿಗಿಂತಲೂ ಒಬ್ಬ ಸಹೋದರನಾಗಿ ಮುಂದೆ ನಿಂತು ಈ ಪ್ರದೇಶದ ಅಭಿವೃದ್ಧಿಗೆ ಯಾವುದೆಲ್ಲ ಇವತ್ತು ಯಾಕಂತ ಹೇಳಿದ್ರೆ ಹಿಂದೆ ಪ್ರಾಥಮಿಕವಾಗಿ ನಾನು ಬರುವಾಗ ಈಗ ಪಾರೆ ರೋಡ್ಗೆ ಯಾವ ರಸ್ತೆ ಇದೆಯಾ ಅದಕ್ಕಿಂತ ಕೆಟ್ಟದಾಗಿ ಒಂದು ರಸ್ತೆ ಇದೆ. ಬಹುಶಃ ಅವತ್ತು ಸಂಪೂರ್ಣವಾಗಿ ಕಳೆದ 8 ವರ್ಷಗಳ ಹಿಂದೆ 30 ಲಕ್ಷ ರೂಪಾಯಿ ಸಂಪೂರ್ಣವಾಗಿ ಇದನ್ನು ಮರುಡಾಮರೀಕರಣಗೊಳಿಸುವ ಮೂಲಕ ಒಂದು ಹಂತದ ಅಭಿವೃದ್ಧಿ ಕಂಡಿದೆ. ನನಗೆ ವಿಶ್ವಾಸ ಇದೆ ಯಾವ್ದು ನೀವು ಹೊಸ ಒಂದು ಕಟ್ಟಡ ಕಟ್ಟಿ ಮುಂದಿನ ವರ್ಷ ಉದ್ಘಾಟನೆ ಆಗುವ ಸಂದರ್ಭದಲ್ಲಿ ನಾನೊಂದು ನಿಯತ್ತಿನ ಪ್ರಾಮಾಣಿಕ ಪ್ರಯತ್ನ ಮಾಡ್ತೇನೆ. ನಿಮ್ಮೆಲ್ಲರ ದುಆ ಮೂಲಕ ನಿಮ್ಮ ಕಟ್ಟಡ ಕಟ್ಟುವ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಅತ್ಯುತ್ತಮವಾದ ರಸ್ತೆ ಉಕ್ಕಡದಿಂದ ಪಾರೆಯಾಗಿ ನಮ್ಮ ಮೀನಾದಿಗೆ ಸಂಪರ್ಕಿಸುವಂತ ರಸ್ತೆ ಆಗಿ ಬರಲಿ ಅಂತ ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಅದಕ್ಕೆ ನಿಮ್ಮಲ್ಲಿ ದುಆ ನಾನು ಯಾಚಿಸಿಕೊಳ್ಳುತ್ತಾ, ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಾವು ಎಷ್ಟೇ ಶ್ರಮ ಪಟ್ಟರು ಕೂಡ ಅಲ್ಲಾಹ್ ತಾಲಾ ನಿಮ್ಮೆಲ್ಲರ ದುಆದ ಮೂಲಕ ಒಂದು ವಿಷಯ ಶಕ್ತಿ ಕೊಟ್ಟರೆ ಮಾತ್ರ ಸಾಧ್ಯ, ಇಲ್ಲ ನಾವು ಎನಿಸಿದ್ದು ಯಾವುದು ಕೂಡ ಆಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರ ದುಆ ಕೂಡ ಅದಕ್ಕೆ ಎಲ್ಲರನ್ನ ಆಶಿಸಿಕೊಂಡು ಖಂಡಿತವಾಗಿ ನಾವೆಲ್ಲ ಜೊತೆಯಾಗಿ ಮುಂದೆ ಹೋಗುವ, ನಾವೆಲ್ಲರೂ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಸಹೋದರತೆ ಈ ಜೀವನ ಸಾಗಿಸಿಕೊಂಡು ಒಬ್ಬರೊಬ್ಬರ ಕಣ್ಣೀರು ಹರಿಸಿಕೊಂಡು ಒಬ್ಬರಿಗೆ ಶ್ರಮಿಸುವ ಮೂಲಕ ನಾವು ಶಕ್ತಿ ಮೀರಿ ಈ ಪ್ರದೇಶದ ಅಭಿವೃದ್ಧಿಗೆ ಹೋಗುವಂತ ಹೇಳ್ಕೊಳ್ತಾ ನಾವೆಲ್ಲರೂ ಶಾಂತಿ ಪ್ರಿಯರಾಗಿ ಸಹೋದರತೆಯಿಂದ ಜೀವನ ಸಾಗಿಸುವ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟು ಸರ್ವಧರ್ಮದ ಪ್ರೀತಿ ಗಳಿಸುವಂತ ವಿಶ್ವಾಸ ಇರುವಂತ ಅವಕಾಶ ಆಗಲಿ. ಅದರ ಜೊತೆ ನನಗೆ ಇಲ್ಲಿ ಕೂತ್ಕೊಂಡವರು ಬಹಳಷ್ಟು ಜನ ಆಲೋಚನೆ ಮಾಡಿ ನಮ್ಮ ಜುಮಾ ಮಸೀದಿ ಅಧ್ಯಕ್ಷರಿಂದ ಹಿಡಿದು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಎಲ್ಲ ಆಲೋಚನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈ ರಸ್ತೆ ಏನಾದ್ರು ಸರಿ ಆಗ್ಬೋದು, ಇಲ್ಲಿ ದಾರು ಸಲಾಂ ಕಟ್ಟಡ ಬರೋ ಖಂಡಿತವಾಗಿ ಮಾಡೇ ಮಾಡ್ತಾರೆ. ನಮ್ಮ ಜುಮ್ಮಾ ಮಸೀದಿಗೆ ಹೋಗುವಂತ ರಸ್ತೆ ಅರ್ಧ ಅದೇನು ಪರಿಸ್ಥಿತಿ ಅಂತ ಹೇಳಿ ಬಹುಶಃ ನಿಮ್ಮ ಆಲೋಚನೆಯಲ್ಲಿದೆ. ನಿಮಗೆ ಸಂಶಯ ಬೇಡ, ಈಗಾಗಲೇ 10 ಲಕ್ಷ ರೂಪಾಯಿ ಯೋಜನೆ ಸ್ಯಾಂಕ್ಷನ್ ಮಾಡಿ ಮುಂದಿನ ಕಾಂಕ್ರೀಟೀಕರಣ ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗುವಂತ ಕೆಲಸ ಅತಿ ಶೀಘ್ರದಲ್ಲಿ ನಾವು ಯೋಧ ಪ್ರಾರಂಭ ಮಾಡ್ತೇವೆ. ನಮ್ಮ ಫಾರೂಕ್ ಅವರು ಬೆನ್ನು ಬಿಡದ ಅದು ಹಿಂದೆ ಇದ್ದಾರೆ. ಬಹುಶಃ ನಾನು ಹೇಳದಿಷ್ಟೇ ಆ ಎಲ್ಲ ಕೆಲಸ ಭಾಗ್ಯಕ್ಕೆ ಹಾಕ್ಲಿಕ್ಕೆ ಅಲ್ಲಿಗೆ 1.5 ಕೋಟಿ ರೂಪಾಯಿ ನಾನು ದುಡ್ಡು ಸ್ಯಾಂಕ್ಷನ್ ಮಾಡಿದ್ದೆ. ಜಾಗ ಬಿಡದ ಕಾರಣ ದುಡ್ಡು ಹಿಂದೆ ಹೋಗುವಂತ ಪರಿಸ್ಥಿತಿ ಆಯ್ತು. ನಾವು ಇವತ್ತು ಎಷ್ಟೇ ಶ್ರಮ ಪಟ್ಟು ಏನೇ ಯೋಜನೆ ಯಾಕೆ ಒಂದು ಯೋಜನೆ ಬರ್ಬೇಕಷ್ಟು ಸುಲಭ ಇಲ್ಲ. ಬಂದಂತ ಯೋಜನೆ 2 ಫೀಟ್ ಬಿಡುದಿಲ್ಲ, ಊರಿನವರು ಬಿಡುದಿಲ್ಲ ಅಂತ ಹೇಳಿ ರಿಟರ್ನ್ ಹೋದ್ರೆ ಬಹಳಷ್ಟು ಬೇಸರ ಆಗುವಂತ ಒಂದು ವಿಚಾರ ಇವತ್ತು ಆಗುವಂತ ಅಭಿವೃದ್ಧಿ ಪೂರಕ ಆಗುವ ಸಂದರ್ಭದಲ್ಲಿ ಸರ್ವರು ಕೂಡ ಸಹಕರಿಸಿಕೊಂಡು ಬಹುಶಃ ಅದಕ್ಕೆ ಸಹಕರಿಸುವಂತ ಮನೋಭಾವ ಪ್ರತಿಯೊಬ್ಬರು ಹಮ್ಮಿಕೊಳ್ಳುವಂತ ಅವಕಾಶ ಆಗ್ಬೇಕು ನಾನು ಇವತ್ತು ಹೇಳಿಕೊಳ್ತಾ ಹಿರಿಯರ ಉಲೇಮಾಗಳೆಲ್ಲ ದುಆವನ್ನು ಯಾಚಿಸಿಕೊಂಡು ನನ್ನ ಮಾತು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹಮಾನಿರ್ ರಹೀಮ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവരുടെ ബഹുമാന്യനായ മന്ത്രി UT ഖാദർ സാഹിബ് അവരുടെ ബഹുമാന്യരായ നേതാക്കളെ ഉലമാക്കളെ സഹോദരന്മാരെ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ഖാസിം ദാരിമി അവർ പറഞ്ഞത് മഗ്രിബിന് മുമ്പായിട്ട്
അസർ നിസ്കരിക്കാൻ സൗകര്യമുള്ള രൂപത്തിൽ ഈ യോഗം അവസാനിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള പ്രസംഗികന്മാരെല്ലാം അത് കണക്കിലാക്കി പ്രസംഗം ചുരുക്കണമെന്നും അദ്ദേഹം ഈ ഉള്ളവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ വാക്കുകളിൽ മഹത്തായ ഞാൻ ഇപ്പോൾ ഇവിടെ ഖാളിയായതിന് ശേഷം അതിനു മുമ്പ് നായിബ് ഖാളിയായി ഉണ്ടായിരുന്ന കാലത്തിലുമായിട്ട് പല നാടുകളിലും ഈ ദക്ഷിണ കന്നഡയുടെയും ചുറ്റുപാടുകളിലുമുള്ള പല നാടുകളിലേക്കും ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഹുസൈൻ വലിയുള്ള ഖുദ്ദിസ സിർറുഹു അവരുടെ സാന്നിധ്യത്തിൽ കഴിയുന്ന കിനിയ അത് ഒരു പ്രത്യേകമായ സ്വഭാവവും ചൈതന്യവും ഉൾക്കൊള്ളുന്ന ഒരു നാടായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാഷാ അല്ലാഹ് ദീനിയായ കാര്യങ്ങളിൽ എല്ലാവരും അതായത് ആഭിമുഖ്യം പുലർത്തുന്നു എന്നതിനോടൊപ്പം അവരുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നതിലും അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന നാട്ടിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മഹാസ്തംഭം ഉയർന്നു വരാൻ നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ഫലമായി ഇവിടെ ഖാളിയായിരുന്ന ഖുത്ബ് മുസ്ലിയാർ അവരുടെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഇബ്നു ഖുത്ബി അവர்கள் വർഷങ്ങളോളം ഖാളിയായി ഈ നാട്ടിൽ നിയന്ത്രിക്കുകയും ഒരു പ്രത്യേകമായ ഒരു പാരമ്പര്യം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അന്ന് മാത്രമല്ല ദർസ് ആരംഭിക്കപ്പെട്ട ആദ്യമായി ഈ മേഖലയിൽ ദർസ് ആരംഭിക്കപ്പെട്ട നാടുമാണ്. അപ്പോൾ ആ ചൈതന്യം അതേപ്രകാരം ആ പാരമ്പര്യം ഈ നാട് കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് മാഷാ അല്ലാഹ് നന്ദി ദാറുസ്സലാം ജാമിഅ ദാറുസ്സലാമിനോട് അനുബന്ധിച്ച് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഷംസുൽ ഉലമ ദാറുസ്സലാം അറബിക് കോളേജിന് വളരെ എത്രയും വേഗം അതിനെ വളർത്തിയെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എനിക്ക് അതുപോലെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയാനുള്ള സമയവും ഇല്ല. ഏതായാലും ഇത് ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നഷ്ടപ്പെട്ടു പോവാതെ എല്ലാവരും കാത്ത് സൂക്ഷിക്കണം. എല്ലാവരും അതിലേക്ക് മുന്നിട്ടിറങ്ങി അതിനെ സഹായിച്ച് ഓരോരുത്തരും അതിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കണം. അങ്ങനെ വിജ്ഞാനത്തിന്റെ ഒരു മഹാസ്തംഭമായി ഈ നാട്ടിൽ അത് ഉയർന്നു വരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അന്ന് മാഷാ അല്ലാഹ് ഇനി തങ്ങളെല്ലാം വരാനുണ്ട്. എന്നോട് പറയുന്ന സഹായം ആരെങ്കിലും ഇപ്പോൾ തന്നെ നൽകാനുണ്ടെങ്കിൽ അതൊക്കെ ബഹുമാനപ്പെട്ട സൈനുലാബ്ദീൻ തങ്ങളെ ഒക്കെ മുഖേന നിങ്ങൾ നിർവഹിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് അടുത്ത തന്നെ ഹണ്ടയിലേക്ക് ഇപ്പോൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കരിച്ചിട്ട് നമ്മൾ ഹണ്ടയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സമ്മതിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മരിക്കുന്നത് വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലും ദഅവത്തിലും നിലനിർത്തി വരുമാറാകട്ടെ. അതിനുള്ള ശേഷിയും ക്ഷേമശയും തൗഫീഖും നൽകുമാറാകട്ടെ. നാളെ അവൻ്റെ ലിഖായിൽ മുത്തുനബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാ മുർസലീങ്ങൾ സിദ്ദീഖീങ്ങൾ ശുഹദാക്കൾ സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെയും ഒരുമിപ്പിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബ് നാളെ നിന്റെ ലിഖായിൽ അവരോടൊപ്പം ഞങ്ങളെയും ഒരുമിപ്പിക്കണം റഹ്മാനെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ತುಂಬುವುದೇನು ಅಭಿನಂದನೆಯನ್ನ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಇದೀಗಾಗಲೇ ಇಲ್ಲಿ ಪ್ರಕಟಣೆವಾದಂತಹ ಅಲ್ ಮವಾಹಿಬುಲ್ ಜಲಿಯಾ ಎಂಬ ಕನ್ನಡ ಅನುವಾದವು ರೇಂಜ್ ಮುಖಾಂತರ ಎಲ್ಲ ಮಸೀದಿಗಳಿಗೂ والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد